ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുകയാണ്. ഇത് നമ്മൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഞാൻ എങ്ങനെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലോട്ട് വന്നത്, അതോടൊപ്പം തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലോട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പോസിറ്റീവ് രീതിയിലോട്ട് നമ്മൾ വരിക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലോ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് വരാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ഒരു പോസിറ്റീവ് രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പല ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും തെറാപ്പികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഒരു സ്ഥിരതയോടുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ട് ഈ ഒരു മാറ്റത്തിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് അത് എൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു ഞാനും. എനിക്ക് പക്ഷെ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ ദേഷ്യം എന്നോടായിരുന്നു. എനിക്ക് എവിടെയും എത്താൻ പറ്റിയില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഗിൽറ്റ് ഫീലിങ്ങും അതോടൊപ്പം തന്നെ ആ ഒരു ദേഷ്യവും എന്നോട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പോസിറ്റീവ് രീതിയിലോട്ട് എത്തിയപ്പോൾ ആ ദേഷ്യം അങ്ങ് മാറി. എനിക്ക് എന്നോടിപ്പോൾ ഒരു ദേഷ്യമില്ല. അതോടൊപ്പം തന്നെ ഇനി മറ്റുള്ളവർ നമ്മളോട് എന്ത് തന്നെ ചെയ്താലും, എത്ര മോശപ്പെട്ട രീതിയിൽ പെരുമാറിയാലും, നമ്മൾ അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മളെ യൂസ് ചെയ്താൽ പോലും എന്നെ അത് ബാധിക്കുന്നേ ഇല്ല. അതായത് എൻ്റെ ദേഷ്യം പരമാവധി കുറഞ്ഞു എന്ന് വേണം പറയാൻ. അടുത്തതായിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അത് മക്കളോടുള്ള ഒരു പെരുമാറ്റ രീതിയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് മക്കളെ നന്നായിട്ട് സ്നേഹിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെർഫെക്റ്റ് മദറാണ് എന്ന് ചോദിച്ചാൽ ഓക്കെ, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിങ്, നമ്മൾ വേണ്ടത്ര രീതിയിൽ കുട്ടികളെ പരിഗണിക്കുന്നില്ലെന്നോ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. മക്കളാകുമ്പോൾ പലപ്പോഴും കുരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ കാട്ടും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ മോനോട് ചോദിച്ചു, ഇപ്പം ഉമ്മച്ചി ഈ രീതിയിലോട്ട് മാറിയപ്പോൾ നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഭദ്രകാളി ഉറഞ്ഞു തുള്ളാറില്ല എന്ന്. ശരിയാണ്, നമ്മൾ പലപ്പോഴും ഈ രീതിയിൽ കുട്ടികൾ എന്തെങ്കിലും കാട്ടുമ്പോൾ നമ്മുടെ മനസ്സ് ഒട്ടും പോസിറ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. കുട്ടികൾ എന്തെങ്കിലും കാട്ടുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഭദ്രകാളി തന്നെ പറയാം, ആ രീതിയിൽ നമ്മൾ പെരുമാറാറുണ്ട്. നന്നായിട്ട് ഞാൻ അടിച്ചിരുന്നു കേട്ടോ മക്കളെ, നന്നായിട്ട് അടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് പറ്റി. പക്ഷേ അവർ തീരെ അടുക്കില്ല, അങ്ങനെയല്ല. വേണ്ട കാര്യങ്ങൾ, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, തിരുത്തേണ്ടുന്ന കാര്യങ്ങൾ അത് അതാത് സമയത്ത് ഞാൻ തിരുത്തി കൊടുക്കും. പക്ഷേ മുമ്പ് ചെയ്തിരുന്ന പോലെ ഓവറായിട്ട് അവരെ അടിക്കുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ അടുത്തതായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഞാൻ ഒരു ഹാപ്പിനെസ്സും ഇല്ലാണ്ട് എൻ്റെ മുഖം കണ്ടാൽ തന്നെ പലരും എന്നോട് ചോദിക്കും, എന്നെ പേഴ്സണലി അറിയുന്നവർക്കും അറിയാം, ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായിരുന്നു. എന്തോ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് നന്നായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ മുഖത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഹാപ്പിനെസ്സിലോട്ട് എത്തിയതും ഈ ഒരു പോസിറ്റീവ് രീതിയിലോട്ട് വന്നതിന് ശേഷമാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങനെ വെറുതെ നമ്മൾ സീരിയലിൽ കാണുന്ന പോലെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞിരിക്കുക എന്നുള്ളത് പലർക്കും ഉള്ളൊരു സ്വഭാവമായിരിക്കും അല്ലേ? അതെ. പക്ഷേ ഇപ്പം എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തരി പോലും എനിക്ക് കരച്ചിൽ വരുന്നില്ല. കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളെപ്പോലെ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം നേടിയെടുക്കാൻ പറ്റിയില്ലല്ലോ, അവരെന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, ഈ അവസരത്തിൽ അവരെ എന്നെ ഉപയോഗിച്ചല്ലോ, ആ രീതിയിലൊക്കെ നെഗറ്റീവായിട്ട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് എന്നും വേവലാതിപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ അതെന്നും കിടന്ന് എൻ്റെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കറിയാം എത്രത്തോളം ഞാൻ ആ കാര്യത്തിൽ വേവലാതിപ്പെട്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരു വേവലാതിയില്ല. അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു പരാതിയും ഞാൻ പറയാറില്ല.
അപ്പം ആ ഒരു കാര്യത്തിലും എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ടുള്ള ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, എന്നെ ഉപദ്രവിച്ചവരെ, നമുക്കെല്ലാവർക്കും പല സാഹചര്യങ്ങളുടെയും പല വ്യക്തികളിൽ നിന്നെല്ലാം പല രീതിയിൽ ഉപദ്രവങ്ങളെ, കുറ്റപ്പെടുത്തലുകളെ, കളിയാക്കലുകളെ എല്ലാം കേട്ടിട്ടുണ്ടാവും. എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കളിയാക്കിയവരോടോ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചവരെയോ ഒന്നും ഇപ്പോൾ എനിക്ക് അവരോടൊരു ദേഷ്യവും ഇല്ല. മുമ്പ് ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആരെങ്കിലും കളിയാക്കിയാലോ, നമ്മൾ ഒറ്റപ്പെടുത്തിയാലോ, നമ്മളെ ഉപദ്രവിച്ചവരോ അങ്ങനെയുള്ളവരോടൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെപ്പോലും എനിക്ക് ബ്ലെസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അതായത് അവർക്ക് നല്ലത് വരട്ടെ, അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ തൊട്ട് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണത്. എന്നെ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും എന്നെ വേവലാതിപ്പെടുത്തുന്നില്ല. ആരെന്നെ ദ്രോഹിച്ചാലും, ഇപ്പോൾ ഇനി ആരെന്നെ കുറ്റപ്പെടുത്തിയാലും, എന്നെ വേണ്ടാന്ന് പറഞ്ഞാലും ഒന്നും എന്നെ പേഴ്സണലി അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നിങ്ങൾക്കും സാധ്യമാക്കും. പലരും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ വെറുതെ മനസ്സിൽ മറ്റുള്ളവരോട് കുശുമ്പ്, ഒരു കാര്യം ഉണ്ടാവില്ല, വെറുപ്പ്, ദേഷ്യം ഇതെല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളെ വീണ്ടും 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 ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മുടെ ഫാമിലി ലൈഫിനെയാണ് ബാധിക്കുന്നത്. ഇപ്പം നമ്മൾ ഹസ്ബൻഡോ വൈഫോ അതല്ലെങ്കിൽ ഇൻലോസോ, ഇപ്പം ലേഡീസ് ആയ കാരണം നമുക്ക് ഹസ്ബൻഡ് എന്ത് പറഞ്ഞാലും ഇൻലോസ് എന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്കിടയിൽ മക്കളോടാണ് തീർക്കുക അല്ലേ, ആ ദേഷ്യം. അങ്ങനെ ഇല്ലാത്തവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലി ലൈഫിനെയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഹസ്ബൻഡുമാർക്കും നല്ലൊരു ഭാര്യയെയും നല്ലൊരു ഉമ്മയെയും ഒക്കെയാണ്, അമ്മയെയും ഒക്കെയാണ് ലഭിക്കുന്നത്. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടെയുള്ളൊരു കുടുംബം വാർത്തെടുക്കാനും മറ്റുള്ളവർ നോക്കിക്കഴിയുമ്പോൾ ഒരു മാതൃകാ കുടുംബം എന്നുള്ള രീതിയിലോട്ട് നമുക്ക് മാറാനും വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ഈ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധിക്കാനോ ഒരു കാര്യവും മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മൾ എന്ത് തൊട്ടാലും അവിടെ തടസ്സമായിരിക്കും, എന്ത് ചെയ്താലും അവിടെ കുറ്റമായിരിക്കും. പക്ഷെ ഈ ഒരു രീതിയിലോട്ട് നമ്മുടെ ലൈഫ് മാറണം, നമുക്ക് ചേഞ്ചസ് വരണം. എൻ്റെ മക്കൾ നന്നാവണം, എൻ്റെ സമൂഹം നന്നാവണം, എൻ്റെ കുടുംബം നന്നാവണം. അങ്ങനെ നമ്മൾ ഓരോ വ്യക്തികളും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അസൂയ, കുശുമ്പ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ എല്ലാവരും മനസ്സിൽ നിന്നും തുടച്ചു മാറ്റുക. അതോടൊപ്പം തന്നെ നമ്മളെ പൂർണ്ണമായിട്ട് സന്തോഷവതികളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആളുകളെ നമ്മൾ കണ്ടീഷൻ വെക്കാതെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. നമ്മളോട് തെറ്റ് ചെയ്തവരെ പോലും നമ്മൾ മനസ്സറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളും വിജയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ, മുമ്പൊക്കെ നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എന്നും വേവലാതിപ്പെടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ മുട്ട് സൂചിക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും ഞാൻ പഠിച്ചു, ചെറിയ കാര്യങ്ങൾ പോലും. അപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും അത് കണ്ടാണ് വളരുന്നത്. അപ്പോൾ അവരിലോട്ടും ഈ ഒരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മക്കൾ അവരുടെ ഫ്രണ്ട്സിനോടും ഈ കാര്യങ്ങൾ പറയും, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ മാതൃകയാവേണ്ടത് നമ്മളാണ്, നമ്മളിലാണ് മാറ്റങ്ങൾ വരേണ്ടത്, നമ്മളിലൂടെയാണ് കുട്ടികളിലോട്ടും സമൂഹത്തിലോട്ടും മാറ്റങ്ങൾ വരേണ്ടത് എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നടത്തുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. എന്തായാലും നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ തരുന്നത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരിലും മാറ്റം ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാം, സമാധാനത്തോടെ ജീവിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, സീ യു സൂൺ.